നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ലോകത്തെ ഏറ്റവും അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഒന്നൊന്നായിട്ട് തകർക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. റഡാർ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ തങ്ങളുടെ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടെന്ന ഇറാൻ്റെ പുതിയ അവകാശവാദം അത് സൈനിക നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. അതിസുരക്ഷാ കവചങ്ങളുണ്ടെന്ന് വാഷിംഗ്ടൺ ഉറച്ചു വിശ്വസിച്ചിരുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ വീഴുന്നത് ലോക സൈനിക ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറാനായിട്ട് സാധ്യതയുണ്ട്. അമേരിക്കയുടെ വ്യോമസേനാ കരുത്തിൻ്റെ പ്രതീകമായ F-35 വിമാനങ്ങൾ 2 ആഴ്ചയ്ക്കിടെ 2 തവണ തകർക്കപ്പെട്ടുവെന്നാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒളിപ്പോർ വിമാനങ്ങൾ എന്നറിയപ്പെടുന്ന ഇവയെ കണ്ടെത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണെന്നിരിക്കെ ഇറാൻ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവയെ ലക്ഷ്യം വെച്ചത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. മധ്യ ഇറാൻ്റെ ആകാശപരിധിയിൽ വെച്ചാണ് ഏറ്റവും ഒടുവിലത്തെ വിമാനം തകർത്തതെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് രക്ഷപ്പെടാനായിട്ട് സാധ്യതയില്ലെന്നും വിമാനം ആകാശത്ത് വെച്ച് തന്നെ പൂർണ്ണമായിട്ടും കത്തിയമർന്നുവെന്നുമാണ് ടെഹ്റാനിൽ നിന്നുള്ള അറിയിപ്പുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഇറാൻ്റെ ഈ കടുത്ത അവകാശവാദങ്ങളോട് US സെൻട്രൽ കമാൻഡ് ഇതുവരെ വ്യക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ വിമാനം തകർക്കപ്പെട്ടപ്പോൾ അതൊരു സാങ്കേതിക തകരാറായിരുന്നുവെന്നും അടിയന്തരമായിട്ട് വിമാനം നിലത്തിറക്കുകയായിരുന്നുവെന്നുമാണ് വാഷിംഗ്ടണിന് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ വ്യോമ പ്രതിരോധം ആധുനികവൽക്കരിച്ചുവെന്നും ഏത് അദൃശ്യ വിമാനത്തെയും തകർക്കാനായിട്ട് ശേഷിയുള്ള ഖദം അൽ അൻബിയ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ സജ്ജമാണെന്നുമാണ് ഇറാൻ്റെ നിലപാട്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ. റഡാറുകളെ വെട്ടിക്കാനുള്ള F-35 വിമാനങ്ങളുടെ ശേഷിയെ മറികടക്കാൻ ലോ ഫ്രീക്വൻസി റഡാറുകളോ ഇൻഫ്രാറെഡ് സെൻസറുകളോ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന ചൂട് അത് പിന്തുടർന്ന് ആക്രമണം നടത്തുന്ന SA-67 പോലെയുള്ള വിമാന വേദ മിസൈലുകൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം അത്യാധുനിക വിമാനങ്ങളെ തകർക്കാൻ സാധിക്കില്ലെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ തന്നെ വാദങ്ങൾ ഇതോടെ ഇവിടെ തിരുത്തപ്പെടുകയാണ്. ഇറാൻ്റെ പ്രതിരോധ ശേഷി അമേരിക്ക മുൻകൂട്ടി കണക്കാക്കിയതിനേക്കാൾ എത്രയോ മുകളിലാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇറാൻ സൈനികമായി പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞുവെന്നും ഇനി അവർക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾക്കൊക്കെ തന്നെ തിരിച്ചടിയാവുകയാണ് പുതിയ വിവരങ്ങൾ. ഇറാൻ്റെ മിസൈൽ ശേഷി 90% നശിപ്പിച്ചുവെന്ന് പെൻറ്റഗണും വൈറ്റ് ഹൗസും ആവർത്തിക്കുമ്പോഴും ഇസ്രയേലിലെ ടെൽ അവീവ് അടക്കമുള്ള നഗരങ്ങളിൽ മിസൈൽ വർഷം തുടരുന്നത് ട്രംപിൻ്റെ അവകാശവാദങ്ങളിലെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ്. കഴിഞ്ഞ ദിവസം ടെൽ അവീവിലെ സവിദോർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ മിസൈൽ പതിച്ച സംഭവം ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ്റെ പക്കൽ ഇപ്പോഴും മാരകമായ ആയുധശേഖരം ഉണ്ടെന്നതിൻ്റെ തെളിവാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള CIA പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രസിഡന്റ് ട്രംപിൻ്റെ വാദങ്ങളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നതാണ്. 5 ആഴ്ചയോളം നീണ്ടുനിന്ന കനത്ത വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാൻ്റെ പക്കൽ ഇപ്പോഴും ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും സുരക്ഷിതമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നു. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ പലതും ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കങ്ങളിലാണെന്നതാണ് അമേരിക്കയെ കുഴയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഇത്തരത്തിലുള്ള തുരങ്ക ശൃംഖലകളെ തകർക്കാൻ സാധാരണ വ്യോമാക്രമണങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്ന് മുൻപ് യമനിലെ ഹൂതികൾക്കെതിരെയുള്ള നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പഠിച്ച ഒരു പാഠമാണ്. ഇറാൻ്റെ കൈവശമുള്ള കാമിക്കാസെ ഡ്രോണുകൾ അഥവാ വൺ വേ അറ്റാക്ക് ഡ്രോണുകളിൽ പകുതിയിലധികവും അവർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ നിഗമനം. യുദ്ധം മുറുകുന്ന ഘട്ടത്തിൽ ഒരു കൂട്ടാക്രമണത്തിന് വേണ്ടിയാകാം ഒരുപക്ഷെ ഇത്തരം ഡ്രോണുകളൊക്കെ തന്നെ ഇറാൻ കരുതി വെച്ചിരിക്കുന്നത്. കൂടാതെ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകാൻ ശേഷിയുള്ള ക്രൂസ് മിസൈലുകളുമൊക്കെ തന്നെ ഇറാൻ്റെ ആയുധപ്പുരകളിൽ സജ്ജമാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കെ ഇറാൻ നിർവീര്യമായി എന്ന ലോകത്തോടെ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഇസ്രായേൽ സൈനിക നേതൃത്വവും ഇറാൻ്റെ ശേഷി കുറഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോഴും വസ്തുതകളൊക്കെ തന്നെ മറിച്ചാണ്. ഇറാൻ്റെ പക്കൽ ഇനിയും 25%-ലധികം മിസൈൽ ലോഞ്ചറുകളൊക്കെ തന്നെ ബാക്കിയുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ പുതിയ കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാൻ പുറത്തുവിട്ട ചില വീഡിയോകളിൽ തങ്ങളുടെ രഹസ്യ ആയുധപ്പുരകളൊക്കെ തന്നെ വെറും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് മിസൈലുകൾ തൊടുക്കുമ്പോഴും ഉടൻ തന്നെ അവ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഇറാൻ സൈന്യം ഇവിടെ പയറ്റുന്നത്. ഈ യുദ്ധം ദീർഘകാലം നീണ്ടുപോകാതിരിക്കാനായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും
ഇസ്രായേൽ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായേക്കില്ല. നെതന്യാഹു ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് മേഖലയിൽ ട്രംപിൻ്റെ ജനപ്രീതിയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം എങ്ങനെ സമാധാനം സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ വൈറ്റ് ഹൗസ് ഉപദേഷ്ടാക്കൾക്കിടയിൽ പോലും ഭിന്നഭിപ്രായം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇസ്രായേൽ തൻ്റെ വാക്കുകൾ കേൾക്കുമെന്ന ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രകോപനം തുടരുകയാണെങ്കിൽ ഈ യുദ്ധം നിർത്താൻ അവർ തയ്യാറായേക്കില്ല. ആയത്തുള്ള അലി ഖമനെ അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആഘാതമുണ്ടാക്കിയെങ്കിലും സൈനികമായിട്ട് അവരെ പൂർണ്ണമായി തളച്ചിട്ടില്ല. ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതൃത്വം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള വികേന്ദ്രീകൃത സൈനിക സംവിധാനമാണ് ഇറാൻ്റേത്. ഇത് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ട്രംപിൻ്റെ സൈനിക വിജയ വാർത്തകളൊക്കെ തന്നെ കേവലം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഗിമ്മിക്കുകൾ മാത്രമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ വിമർശിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ തന്നെ പുതിയ തലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ബാധിക്കുമ്പോൾ ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും അതോടൊപ്പം തന്നെ പ്രകൃതിവാതകവും കുറഞ്ഞ വിലയിൽ നൽകാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാന്ത്രോവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഊർജ്ജ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയുണ്ടായി. ഇതാകട്ടെ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ അച്ചുതണ്ടുകൾ രൂപപ്പെടുന്നതിൻ്റെയൊക്കെ തന്നെ ഒരു സൂചനയാണ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക എതിർക്കാനുള്ള സാധ്യത ഇവിടെ ഏറെയാണ്. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഉപരോധങ്ങളെ മറികടന്ന് ഇന്ത്യ ഈ ഇടപാടുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രാസവളം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലുമൊക്കെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇത് മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഒരു പ്രധാന പാലം വ്യോമാക്രമണത്തിൽ തകർത്തതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ട് തൻ്റെ സൈനിക മേധാവിത്വം തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അടിച്ചും തിരിച്ചടിച്ചും നീങ്ങുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നതിനേക്കാൾ സാധാരണ ജനങ്ങളുടെ സുരക്ഷയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയുമാണ് ഇവിടെ ആശങ്കയാക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളും ഇറാന്റെ ഭൂഗർഭ പോരാട്ട വീര്യവും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ പ്രവചനാതീതമായിട്ടുള്ള ഫലങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രത്യാക്രമണവും ട്രംപിൻ്റെ ആത്മവിശ്വാസത്തെയും വിശ്വാസ്യതയും തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. മാർച്ച് 21 F-35 വിമാനം തകർക്കുന്ന വീഡിയോ ഇറാൻ ലോകത്തിന് മുന്നിൽ പങ്കുവച്ചിരുന്നു. അന്ന് അമേരിക്ക നൽകിയ സാങ്കേതിക തകരാർ എന്ന വിശദീകരണം ഇപ്പോൾ വിശ്വസനീയമല്ലാതായി മാറുകയാണ്. 12 മണിക്കൂറിനുള്ളിൽ 2 യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്ന ഇറാന്റെ പുതിയ അവകാശവാദം കൂടി പരിഗണിക്കുമ്പോൾ ഈ യുദ്ധം അമേരിക്കയ്ക്ക് വലിയൊരു ബാധ്യതയായി തന്നെ മാറുന്നുണ്ടെന്ന് ഇവിടെ കരുതേണ്ടി വരും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ നടക്കുന്നത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ആഗോള ശക്തികളുടെ സാങ്കേതിക വിദ്യകളും അതോടൊപ്പം തന്നെ തന്ത്രങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഇറാന്റെ പക്കൽ ഇനിയും പുറത്തെടുക്കാത്ത ആയുധങ്ങളുണ്ടെന്ന വാർത്തകളും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പുതിയ നീക്കങ്ങളുമൊക്കെ തന്നെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ മേഖലയുടെ സമാധാനത്തിന് എത്രത്തോളം സഹായകരമാകുമെന്ന് കണ്ടറിയണം. ഇറാന്റെ ഭൂഗർഭ പ്രതിരോധ ശൃംഖലയെ തകർക്കാതെ ഈ യുദ്ധത്തിൽ വ്യക്തമായ വിജയം നേടുക എന്നത് അമേരിക്കയ്ക്ക് അസാധ്യമായ ഒരു കാര്യമായി തന്നെ ഇപ്പോൾ തുടരുകയാണ്.